ഇപ്പൊ പലരും വിചാരിക്കുന്ന ഇപ്പൊ മഞ്ജു ഞാനുമായിട്ട് ഭയങ്കര ശത്രുതയാണ്. മഞ്ജുവിന്റെ സ്ഥായി അഹംഭാവമാണ്. ആയിരിക്കാം. പ്രവീണിന്റെ സ്ഥായി ഭാവം പലരും പറയണ്ട അഹങ്കാരിയാണ്. ഇവര് ഭയങ്കര ശത്രുതയാണ്. നമുക്കൊക്കെ ഇതൊക്കെ ഒരു സീരിയലൊക്കെ കാണുന്ന പോലെ നമുക്ക് ഫസ്റ്റ് അവര് ചിന്തിച്ചിട്ടുള്ള അയ്യോ ഇവര് അടിച്ചു പിരിഞ്ഞില്ലേ എന്നായിരിക്കും അവര് ചിന്തിച്ചിട്ടുള്ളത്. കാരണം ആ ഒരു കമന്റ്സ് നമ്മൾ വായിക്കുമ്പോൾ പറയും. ഇപ്പൊ നമ്മള് ആ ഒരു സമയത്ത് വെച്ചാൽ ഞങ്ങളായിരുന്നു അതിന്റെ ഏറ്റവും ഏജ് കുറഞ്ഞ ആൾക്കാർ. അപ്പോ അതിൻ്റെതായ കുറച്ച് പക്വതയില്ലായ്മയും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പിന്നെ ഒരു വെറുതെയുള്ള ഭാര്യ എന്ന് പറയുന്ന ഒരു ഷോയുടെ ഒരു പ്രത്യേകത, അതൊരു ഷോയാണ്. അപ്പൊ ആ ഷോയുടെ ഒരു പ്രത്യേകത എൻ്റെ കുറെ ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ആ ഷോയില്. നമുക്ക് സ്വാഭാവികമായിട്ടൊരു മത്സരബുദ്ധി ഉണ്ടാവില്ല. ആ മത്സരബുദ്ധിയുടെ ഭാഗമായിട്ട് പറയുന്ന ചില കാര്യങ്ങളെ എഡിറ്റ് ചെയ്ത് അതൊക്കെ വേറെ തെറ്റിദ്ധാരണ. കാരണം അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പോസിറ്റ് കൊടുക്കേണ്ട എപ്പിസോഡൊക്കെ വരുമ്പോ കറക്റ്റ് ഓപ്പോസിറ്റ് പ്രവീണനും മഞ്ജുവിനെ തന്നെ ഇരിക്കട്ടെ. നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്കതൊരു എപ്പിസോഡാണ്. അപ്പൊ ആ ഒരു വെറുതെയുള്ള ഭാര്യയിലൂടെ സുപരിചിതരായിട്ടുള്ള ഒരു റോയൽ ബുള്ളറ്റ് കപ്പിളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. പ്രവീൺ ചേട്ടനും രഞ്ജിനി ചേച്ചി, നമസ്കാരം. കുറെ നാളായിട്ടോ നിങ്ങളെ കണ്ടിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ രഞ്ജിനി ചേച്ചിനെ കോണ്ടാക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാനിങ്ങനെ നിങ്ങളൊരു റീല് കണ്ടിട്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളിങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇത് എവിടെയായിരുന്നു ഇത്രയും കാലം? ഞങ്ങളിവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി എത്ര മറ്റുള്ളവരെ പോലെ ഒരു ആക്ടിങ് അവർക്കൊക്കെ ആക്ടിങ് ഒരു പ്രൊഫഷനായിരുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആക്ടിങ് അങ്ങനെയുള്ളൊരു താല്പര്യമുള്ളൊരു വ്യക്തിയല്ല. ഞാൻ താല്പര്യമുള്ള വ്യക്തിയല്ല എന്ന് വെച്ചാൽ ഞാൻ അതിനൊരു പ്രൊഫഷനായിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഒരു പ്രൊഫഷൻ വേറെ ആയിരുന്നു. പിന്നെ ആ അതിൻ്റെ ഫസ്റ്റ് ഷോ കണ്ടിട്ടുള്ളൊരു ഇൻട്രസ്റ്റ്, അത് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ രസം ആയിട്ട് തോന്നി. അങ്ങനെ വന്നതാണ്. ചേച്ചി ഇപ്പൊ ഇത്ര നാളായിട്ടും സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു, യൂസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളതാണല്ലോ എന്തായാലും യൂസ് ചെയ്യും. അപ്പോ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ടൈപ്പിലേക്കൊക്കെ പോകണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല? അങ്ങനെ പോണം അങ്ങനെ ഒരു കാരണം നമ്മൾ നമ്മുടേതായിട്ട് ഫാമിലി ലൈഫിൽ തിരക്കാണ്. കാരണം മോൻ ആ സമയത്ത് ഞങ്ങൾക്ക് മോനില്ല, മോള് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പം മോനുണ്ട്. അപ്പോൾ മോൻ 6 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ആൾ അമ്പലത്തിലായതുകൊണ്ട് തന്നെ വരുമ്പോൾ രാവിലെ വെളുപ്പിനെ പോയിട്ട് വരുന്ന സമയം 11-12 മണിയാണ്. അപ്പം നമുക്ക് അതിൻ്റേതായ കാര്യങ്ങളും തിരക്കും അതിൻ്റെ സന്തോഷങ്ങളും നമ്മുടെ യാത്രകളും നമ്മുടെ ഫാമിലി അങ്ങനെ ഒരു ഇൻട്രസ്റ്റിൽ പോകുന്നതുകൊണ്ട് കൂടുതൽ ഇതിലേക്ക് നമുക്ക് പോകാനുള്ളൊരു ഇതില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല. പിന്നെ എങ്ങനെയാണ് ആ ഒരു ബുള്ളറ്റ് ട്രിപ്പിലേക്ക് പോയത്? നിങ്ങൾ ചേട്ടനാണെങ്കിൽ സമയമില്ല, അപ്പൊ അതിന്റെ ഇടയിൽ എങ്ങനെ സമയം? അല്ല, അതെന്താ വെച്ചാൽ ഈ നമ്മള് വ്യക്തികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കോമൺ ആയിട്ട് കുറെ ഫാക്ടറുകൾ. ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ അവരെ ഇപ്പോൾ വൈജാത്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അവരെ ഒരുമിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ബേസാണ്. അപ്പം ആ ബേസിൽ നിന്നുകൊണ്ടാണ് ഈ യാത്രകളൊക്കെ സംഭവിക്കുന്നത്. പിന്നെ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ പ്ലാൻ ചെയ്തുണ്ടാകുന്ന സംഭവമല്ല. ഈ ബുള്ളറ്റ് ഒക്കെ എടുക്കുന്നതിന് മുമ്പേ ഞങ്ങൾ യാത്ര പോകുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അന്ന് എൻ്റെ ഒരു ലിബറോയുടെ ഒരു ബൈക്കുണ്ട്. അപ്പോൾ അതിന് ആദ്യമായിട്ട് അപ്പം മോള് ചെറുതായിരുന്ന സമയത്ത് 6 മാസം അത് കൂടുതലും ഈ കേരളത്തിനകത്തുള്ള യാത്രകളായിരുന്നു. പുറത്തേക്ക് അങ്ങനെ പോകുന്നതിന് അങ്ങനെ ഒരുമിച്ച് ഇവിടെ നിന്ന് തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ അതെല്ലാം കുറച്ച് സ്പിരിച്വൽ ബേസ് ആയിട്ടുള്ള യാത്രകളാണ്. പിന്നെ അങ്ങനെ യാത്ര ചെയ്ത് പിന്നെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ശീലമായി. യാത്രയോടുള്ള ഇഷ്ടമായി, യാത്രയോടൊരു പ്രണയമായി. അതെ, യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മള് ബുള്ളറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര. ഈ പുള്ളിക്കാരി ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തിരുന്നു, ഞാൻ ബുള്ളറ്റിൽ ആരുടെയെങ്കിലും കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ ബുള്ളറ്റ് എടുത്തതിന് ശേഷം ഉണ്ടാവുള്ളൂ. ഞാൻ ബുള്ളറ്റിൽ കയറിയിട്ടേ ഇല്ല. ബുള്ളറ്റില് ആദ്യമായിട്ട് പ്രവീണേട്ടൻ ബുള്ളറ്റ് എടുക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബുള്ളറ്റിൽ കയറുന്നത്.
ഞങ്ങൾ അതിൽ ആദ്യമായിട്ട് യാത്ര പോകുന്നത്, ബുള്ളറ്റിൽ പോകുന്നത് തെന്മല, തെങ്കാശി ആ റൂട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ആ ബുള്ളറ്റിനോട് ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമുണ്ട്, ബുള്ളറ്റിനോട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ബുള്ളറ്റ് യാത്ര, ഈ ഒരു കാശ്മീർ യാത്ര ബുള്ളറ്റിൽ സംഘടിപ്പിച്ചപ്പോൾ നമുക്ക് അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നാനുള്ള മെയിൻ കാരണം ബുള്ളറ്റ് യാത്ര എന്നത് തന്നെയാണ്. ബാക്കിയൊക്കെ അതിൻ്റെ പുറകെയുള്ള ഇതില് യാത്രയുടെ ഒരു തോട്ട് കിടക്കുന്നത് എപ്പോഴും ഓരോരുത്തരും അവരവരുടെ ആ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് ഓരോ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുന്നു. ചിലർക്ക് ഇപ്പോൾ നമ്മളൊരിക്കലും ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്പേസുകളെ ഞങ്ങൾ ആസ്വദിച്ചിട്ടില്ല. ഞങ്ങൾ കുറെ കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള യാത്രകൾ, അതെന്താ നമ്മൾ കണ്ടുവന്ന സാഹചര്യവും അങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ടാണോ നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് കണക്റ്റഡ് ആയതുകൊണ്ട് ആയിരിക്കാം. അത് ചിലതൊക്കെ സംഭവിക്കുകയാണല്ലോ. നമ്മൾ യാദൃച്ഛികത എന്ന് പറയുന്നതൊക്കെ ഈ പ്രത്യേകിച്ച് ഈ ഫാമിലി ലൈഫിലൊക്കെ സംഭവിക്കുന്ന ഒരു യാദൃച്ഛികതയാണ്. വൈജാത്യങ്ങളുള്ള രണ്ട് മനുഷ്യർ ചേരുന്നു, അവർ സംസാരിക്കുന്നു, ആ സംസാരത്തിലൂടെ തന്നെ പരസ്പരം ചില കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടം കൂടെ ആവുന്നു, എൻ്റെ ഇഷ്ടം ആ വ്യക്തിയുടെയും കൂടെ ഇഷ്ടങ്ങളാവുന്നു. അങ്ങനെ ഒരുമിച്ച് ഉള്ള ഒരു ഇഷ്ടത്തിൻ്റെ പുറകെ നമ്മൾ പോയിയാണ് യാത്ര എന്നുള്ള കൺസെപ്റ്റിലെത്തുന്നത്. പതുക്കെ അത് അപ്പം അതിൻ്റെ ഒരു ബേസ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്ന് വായന എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെയാണ്. ആ വായന പതുക്കെ നമ്മുടെ കൂടെ വരുന്ന ആളും അതിനോടൊപ്പം വായിച്ചു തുടങ്ങുമ്പോൾ, പത്രം പോലും വായിക്കാത്തൊരു വ്യക്തി പിന്നെ അതിന് പുസ്തകങ്ങൾ വായിക്കുന്നു, അതുപോലെയുള്ള ആ ഒരു ലെവലിലുള്ള മനുഷ്യരായിട്ട് ഇടപഴകുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ പതുക്കെ ആണ് ഇങ്ങനെ ഈ ഒരു യാത്ര എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. പിന്നെ യാത്രയ്ക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ലോകത്ത് നിന്നിട്ട്, നമ്മൾ ചെറിയ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ചെറിയ ലോകത്ത് നിന്നിട്ട് നമ്മൾ ചെറിയ കാഴ്ചകൾ കണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പം നമുക്ക് കുറെ കൂടെ നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തിയെ, നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടെ വിശാലമാക്കാൻ യാത്രകൾ ഉപകാരപ്പെടുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ അന്നത്തെ ഒരു 10-12 വർഷം മുമ്പാണ് നമ്മുടെ വെറുതെയല്ല ഭാര്യ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സമയത്തായിരുന്നു ഷൂട്ടും കാര്യങ്ങളും നമ്മൾ ടെലികാസ്റ്റ് ഒക്കെ. അപ്പോൾ ആ ഒരു സമയത്തിട്ടുള്ള രഞ്ജിനി ചേച്ചിയും ഇപ്പോഴത്തെ രഞ്ജിനി ചേച്ചിയും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? വ്യത്യാസമുണ്ട്, തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. കേട്ടോ അല്ല, അത് മനുഷ്യർ അങ്ങനെയാണല്ലോ, മനുഷ്യർ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരു സ്റ്റേബിൾ എന്ന് പറയുന്ന പൊസിഷൻ മനുഷ്യനില്ല. നല്ലൊരു ചേഞ്ച് അല്ലേ ഉണ്ടായിരുന്നു, അങ്ങനെയാണോ? അതെ, തീർച്ചയായിട്ടും. അത് അവർക്ക് മാത്രമല്ല സംഭവിച്ചത്, എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അത് തിരിച്ചു ഇവിടെ ചോദിക്കാനുള്ളത് എനിക്ക്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. അതൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. രണ്ട് മനുഷ്യർ ഒരു സ്പേസിൽ മറ്റാർക്കും ഇടപഴകാൻ പറ്റാത്ത രീതിയിൽ ഇടപഴകി വരുമ്പോൾ പരസ്പരം അത് സ്വാധീനിക്കും. അപ്പം പിന്നെ ഒരു വെറുതെയല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു ഷോയുടെ ഒരു പ്രത്യേകത, അതൊരു ഷോയാണ്. അപ്പം ആ ഷോയുടെ ഒരു പ്രത്യേകത, അതിലെപ്പോഴും നമ്മളുടെ ഏത് സ്വഭാവമാണോ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ സ്വഭാവത്തിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ എൻ്റെ അന്നത്തെ അല്ല, ഞാൻ മാറി എന്ന് ഞാൻ പറയുന്നില്ല, കുറെ കൂടെ ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ മാറി. അതാണ് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പം അന്ന് ഉണ്ടായിരുന്ന എൻ്റെ കുറെ ദേഷ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് ആ ഷോയിൽ ഇത് ചെയ്തിട്ടുള്ളത്, എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊന്നും അതിനെ പറ്റിയിട്ടൊന്നും ഞാനൊരു ഇതായിട്ട് പറയുന്നില്ല. അതൊക്കെ ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണ്. കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർ ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. അതിൽ വേറൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, അന്ന് എൻ്റെ പ്രൊഫഷനെ ആ ഷോയെയും പലരും രണ്ടായിട്ട് കണ്ടില്ല. എന്താണോ ആ ഷോയിൽ ഞാൻ ചെയ്യുന്ന അത് തന്നെയാണ് എൻ്റെ പ്രൊഫഷനിൽ എൻ്റെ സ്വഭാവം എന്നാണ് അവർ കൺസിഡർ ചെയ്തത്. അതിലെനിക്ക് വ്യക്തിപരമായിട്ട് വളരെ വിഷമമുണ്ട്. കാരണം അതൊരു ഷോ മാത്രമാണെന്ന് ചിന്തിക്കാനുള്ള ഒരു പക്ഷെ ഇപ്പോഴാണെങ്കിൽ അങ്ങനെ കുറെ വ്യത്യാസമുണ്ട്. എന്തൊക്കെ മാറ്റങ്ങൾ, ദേഷ്യമൊക്കെ കുറഞ്ഞെന്ന് അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ? ദേഷ്യം ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ഞങ്ങളത് പറഞ്ഞതാണ്.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പം മോളുടെ അന്ന് മോൾക്ക് 4 വയസ്സ്, ഇപ്പം മോൾക്ക് 18 വയസ്സാവുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഡിഫറൻസ് ഇങ്ങനെ നമ്മൾ ഇട്ടപ്പോൾ അതിന് ഭയങ്കരമായിട്ട് വ്യൂസും കമൻസും ഒക്കെ വന്നു. അപ്പോൾ അതിൽ കൂടുതലും ആൾക്കാർ ചോദിച്ച കമൻസ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോഴും ഇങ്ങനെ കാണുന്നതിൽ സന്തോഷമുണ്ട്, നല്ല സന്തോഷം. അതായത് അവർ ഫസ്റ്റ് എനിക്ക് ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം, ഫസ്റ്റ് അവർ ചിന്തിച്ചിട്ടുള്ള അയ്യോ ഇവർ അടിച്ചു പിരിഞ്ഞില്ലേ എന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുള്ളത്. കാരണം ആ ഒരു കമൻസ് നമ്മൾ വായിക്കുമ്പോൾ പറയും ഇപ്പം നമ്മൾ ഇങ്ങനെയാണ്, അപ്പം നിങ്ങൾ അന്ന് റിയലായിട്ട് നിന്നു, അപ്പം നിങ്ങൾ ഇപ്പോഴും ആ ഒരു സ്നേഹത്തോടുകൂടി പോകുന്നു എന്നുള്ള കമൻസ് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് അവരത് കാണുമ്പോൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് എന്താ, ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഞങ്ങളായിരുന്നു അതിൻ്റെ ഏറ്റവും ഏജ് കുറഞ്ഞ ആൾക്കാർ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പക്വതയില്ലായ്മയും ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ അന്നൊക്കെ ഞാൻ വിചാരിച്ചത് നമ്മൾ ഇന്ന് പറയുന്നത് ഇതാണ് ഞാൻ, പക്ഷെ ഒരിക്കലും അല്ല എന്ന് ദിവസം ചെല്ലുന്തോറും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇന്ന് പറയുന്ന നമ്മളല്ല നാളെ. ഓരോ ദിവസവും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തന്നെ നമ്മളിവിടെ മനസ്സിലായിക്കൊണ്ടിരിക്കണം. അപ്പം നല്ലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അന്നത്തെ ഒരു ക്യാരക്ടർ നമ്മൾ രണ്ടുപേർക്ക് ഒരുപാട് മാറ്റമുണ്ട്. ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു സമയത്ത് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും അല്ല. അത് നമ്മൾ ആ ഒരു ഓരോ പ്രായം അനുസരിച്ച് ഓരോ സമയം ചെല്ലും തോറും നമ്മൾ മാറിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ദേഷ്യം ഉണ്ട് എന്നുണ്ടെങ്കിലും അടിച്ചു പിരിയും എന്നുള്ളൊരു തോട്ട് ആൾക്കാരിൽ ഇപ്പോഴാണത്. അതായത് നേരത്തെ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ആൾക്കാര്, ചിന്തിച്ചിട്ടുള്ളവരും ഉണ്ടാകാം. പക്ഷെ ഇന്നാണ് ആ ഒരു കാര്യം കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ഭർത്താവിനോ ഭാര്യയ്ക്കോ ആർക്കെങ്കിലും ദേഷ്യം കുറച്ച് കൂടുതലാണെങ്കിൽ ഇവര് വേഗം തന്നെ അടിച്ചു പിരിയും എന്നുള്ളൊരു തോട്ട് ആൾക്കാരിലേക്ക് വരുന്നില്ല. അല്ലാതെ എന്താ അറിയോ, നമ്മള് ഈ ബന്ധങ്ങളെ നമ്മൾ കാണുന്നത് പബ്ലിക് കാണുന്നത് എന്താ വെച്ചാൽ, കാരണം ഇവരുടെ കാഴ്ചപ്പാടിൽ രൂപീകരിച്ചിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട്. അതായത് ഒരു ഭാര്യയും ഭർത്താവും പലരും ചിലർ വിചാരിക്കുന്ന നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ റൊമാൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഒരു ചായയിൽ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ കൊടുക്കുന്ന ഒരു ചായയിൽ നിങ്ങൾ ഈ സ്നേഹത്തിൻ്റെ ഭാഷ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ അത് വിരസതയായിപ്പോയി. കുറച്ച് കഴിയുമ്പം ഈ കേൾക്കുന്ന ആൾക്ക് തന്നെ ഒരു സംശയം വരും. അപ്പം അത് ആ ഇഷ്ടം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സംഗതി ഒരിക്കലും നമ്മളത് പറയണ്ടെന്നല്ല, അത് നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ബന്ധം മാറുമ്പോൾ അവിടെ നമ്മൾ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണല്ലോ ഭാഷ എന്ന് പറയുന്നത്. നമുക്ക് ഒരു മറ്റൊരാളിലേക്ക് എത്തിക്കാൻ കുറേ മാർഗങ്ങളുണ്ട്. അത് നമ്മൾ സംസാരത്തിലൂടെ തന്നെ ആവണമെന്നില്ല. അപ്പം അയാൾ ചിന്തിക്കുക, ഇയാൾ ഇപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്, പക്ഷെ ഇയാൾ ആ ദേഷ്യത്തിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ ഇയാൾ സമാധാനപ്പെടുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് നമുക്കതിനെ തിരുത്താൻ പറ്റും. അല്ല, പ്രവീണേട്ടൻ അങ്ങനെ ഒരു ഇതുണ്ട്. പ്രവീണേട്ടൻ ഒരു ഇത് പറയാന്ന് പറയുന്നത് ആ ടൈമിലേ ഉള്ളൂ. ആ ദേഷ്യം വച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറല്ല. ആ സമയത്ത് പറഞ്ഞു കഴിയുക, കുറച്ച് കഴിയുമ്പോൾ അത് ആ ടൈം കഴിഞ്ഞു, അത് പോയി, അത് വിട്ടു. പക്ഷെ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ നോർമലി ഒരാളോട് വഴക്കിട്ടാൽ നമ്മുടെ മൈൻഡിൽ അത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. നമുക്കതൊരു ഭയങ്കര ഇതാണ്. സ്ത്രീകൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യണ്ട. ഞാൻ പറയുന്നത് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് വ്യക്തികൾ പല സ്വഭാവക്കാരാണ്. അപ്പം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് നമ്മുടെ വിവാഹബന്ധം കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നു. നമുക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇതിൻ്റെ മൂല്യം എത്രയാണെന്ന്. ഓരോ സംഭവങ്ങളും കാഴ്ചപ്പാടുകളിൽ നിന്ന് നമുക്കത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ തെളിവായിട്ട് നമ്മുടെ മുന്നിൽ ഉള്ളത്. അതെ. അപ്പം നമ്മുടെ മോളെടുത്തായാലും നമ്മൾ പറയും, ഓരോ കാര്യം വരുമ്പോഴും പറയും, ചുറ്റിലും നടക്കുന്നത് നമ്മുടെ ഫാമിലീസിൽ തന്നെ ഒത്തിരി പേര് ഈ പറഞ്ഞ പോലെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഓരോന്നും നമ്മൾ കണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള മോളെടുത്ത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. 4 വയസ്സല്ലല്ലോ ഇപ്പൊ ഈ പറഞ്ഞ 18 വയസ്സായി. അപ്പൊ ഈ പറഞ്ഞ നമ്മളെക്കാളും നന്നായിട്ട് ഈ പ്രായത്തിൽ അവർക്ക് കാര്യം അറിയാം, ഓരോ കാര്യം അറിയാം. നമുക്ക് ആ പ്രായത്തിൽ അറിഞ്ഞുകൂടാത്ത പലതും അവർക്ക് നന്നായിട്ട് ഉണ്ട്. അവരൊക്കെ ഇത് കൂടെ നന്നായിട്ട് കുറച്ചുകൂടെ ഞാൻ മനസ്സിലാക്കുന്ന ഈ പുതിയ ജനറേഷൻ എന്നല്ല, പുതിയ ആൾക്കാരെ കുറച്ചുകൂടെ
നിങ്ങൾക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, അപ്പം നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല. അത് അയാളുടെ എന്തുകൊണ്ടാണെന്നുള്ളതല്ല, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള ഒരു വസ്തുതയാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ എനിക്ക് എന്നെ ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഉടനെ അയാളോട് ദേഷ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് എന്തോ എൻ്റെ ആ നേച്ചറിൽ എന്തോ അയാൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ അവരോട് പ്രത്യേകിച്ച് വൈരാഗ്യം തോന്നൂല. ഇപ്പൊ അന്നത്തെ ആ ഒരു സമയത്ത് എന്താ പറയാ, ഒരുപാട് ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും ഇന്നും അത് കീപ്പ് ചെയ്യുന്ന എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? കീപ്പ് ചെയ്യുന്ന റിലേഷൻ എന്ന് പറയുമ്പം എല്ലാവരുടെയും കോണ്ടാക്ട്സ് ഒക്കെ ഫോണിൽ തന്നെ ഉണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വഴി എല്ലാവരുടെ കാര്യങ്ങളും അറിയാറുണ്ട്. പിന്നെ ഈ പറയുന്ന ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കണക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ അവരിലുള്ള പലരോടും നമുക്ക് ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻ ഇല്ലായിരുന്നു, അന്നുമില്ല, ഇന്നുമില്ല. പക്ഷെ അന്ന് നമുക്ക് കുറെ കണക്ഷൻ ഡീപ്പായിട്ട് റിലേഷൻ ഞങ്ങളിപ്പോ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ നസീമ എന്ന് പറയുന്ന പുള്ളിക്കാരിയെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കൂടി വിളിച്ചിരുന്നു. അപ്പൊ പുള്ളിക്കാരിയെ ഇടയ്ക്ക് വിളിക്കും, സംസാരിക്കും. പുള്ളിക്കാരിയായിട്ടാണ് അന്ന് മുതലേ എനിക്ക് ഒത്തിരി അടുപ്പമുള്ളത്. ബാക്കി എല്ലാവരും ആ ടൈമിൽ കാണുക, സംസാരിക്കുക. അത് കഴിയുമ്പോ ജസ്റ്റ് നെക്സ്റ്റ് വീക്കിലൊക്കെ വരുമ്പോ ആ കാണുക. പിന്നെ എന്തായാലും പറഞ്ഞാൽ എന്തായാലും ഫംഗ്ഷൻ വരുമ്പോഴോ ഒക്കെ. പിന്നെ മെയിൻ ആയിട്ടുള്ള വിഷയം ഇതിന്റെ തന്നെ ഇടയ്ക്ക് 2 തവണ റീയൂണിയൻ മറ്റുമൊക്കെ വെച്ചിരുന്നു. ആ ടൈമൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ, അമ്പലമായതുകൊണ്ട് തന്നെ ഇവര് വയ്ക്കുന്ന സമയമൊക്കെ ചിലപ്പോൾ സ്പെഷ്യൽ ദിവസമൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ദിവസങ്ങളിൽ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാക്സിമം ഒരു ഇതുകൊണ്ട് ഇതാണ് പറഞ്ഞത്. ഈ ഒരു വിഷയം നമുക്ക് പ്രത്യേകിച്ച് അമ്പലം ആയതുകൊണ്ട് തന്നെ പല ഫംഗ്ഷൻസും വരുന്നത് അതേ സ്പെഷ്യൽ ഡേ ആയിരിക്കും. പ്രത്യേകിച്ച് ഹോളിഡേ എന്നൊക്കെ പറയുന്ന അമ്പലത്തില് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പോകാൻ പറ്റില്ല. ഓണത്തിന് നമുക്ക് നമ്മുടെ വീട്ടിലേ നിൽക്കാൻ പറ്റും, നമുക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. ഇത് ഫാമിലി ആയിട്ട് പോലും കൂടാൻ പറ്റില്ല. അപ്പൊ അതേപോലെയാണ് വിശേഷ ദിവസങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ചിലപ്പോ അവർ ചിലപ്പോൾ വിചാരിക്കും അവർ മനഃപൂർവ്വം വരാത്തെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അതാണ്. നമുക്ക് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി ഇതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രൊഫഷൻ അതാണല്ലോ. പിന്നെ അതിലൊരു ഇതെന്ന് പറയുന്ന ഇപ്പൊ പലരും വിചാരിക്കുന്ന ഇപ്പൊ മഞ്ജു ഞാനുമായിട്ട് ഭയങ്കര ശത്രുതയാണ്, അതൊക്കെ വേറെ തെറ്റിദ്ധാരണയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കാരണം അത് പലരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. അതൊരു ഷോയുടെ ഭാഗമാണ്. അപ്പൊ ഷോയിൽ നമ്മള് എല്ലാത്തരം ഗ്രൂമിങ്ങും ഇത് ചെയ്തിട്ടാണ് വരുന്നത്. മഞ്ജുവിന്റെ വെച്ചാൽ അവര് വളരെ നല്ല ആക്ടിങ് സ്കില്ലുള്ള ഒരാളാണ്. അവർ ചെയ്ത പല സിനിമകളിലെയും അവരുടെ മൂവീസിലെല്ലാം നല്ല ആക്ടിങ് സ്കില്ലുള്ള ആളാണ്. അവർ പ്രൊഫഷണലി ഒരു ഡാൻസറാണ്. അവര് നല്ലോണം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് ആ ഷോയുടെ അത് അങ്ങനെയാണല്ലോ, നമുക്ക് സ്വാഭാവികമായിട്ടൊരു മത്സരബുദ്ധി ഉണ്ടാവുമല്ലോ. ആ മത്സരബുദ്ധിയുടെ ഭാഗമായിട്ട് പറയുന്ന ചില കാര്യങ്ങളെ എഡിറ്റ് ചെയ്ത് അല്ല, നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ അറിയാം പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ പ്രതീക്ഷിക്കുന്നവരൊക്കെ കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ ഓപ്പോസിറ്റ് കൊടുക്കേണ്ട എപ്പിസോഡൊക്കെ വരുമ്പോ കറക്റ്റ് ഓപ്പോസിറ്റ് പ്രവീണനും മഞ്ജുവിനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നമുക്കതൊരു എപ്പിസോഡാണ്. അപ്പൊ ആ ഒരു കണ്ടന്റിൽ തന്നു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞേ പറ്റൂ. അതിപ്പോ അവരോട് വ്യക്തി വിരോധം കൊണ്ടല്ല, നമുക്ക് ആ ഒരു എപ്പിസോഡിൽ അതവിടെ പറഞ്ഞേ പറ്റൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നത്. പക്ഷെ പ്രേക്ഷകർ കാണുമ്പോ ഇവര് ഭയങ്കര ശത്രുതയാണ്. നമുക്കൊക്കെ ഒരു സീരിയലൊക്കെ കാണുന്ന പോലെ നമുക്ക് അങ്ങനെയൊക്കെ അത് സ്വാഭാവികമാണ് എന്നുണ്ടെങ്കിലും. അതെ, അത് പക്ഷെ എന്തുകൊണ്ട് മഞ്ജു വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം മഞ്ജുവിനാണ് ആക്ടിങ് സ്കില്ല് വെച്ച് അതിലൊരു പ്രൈസ് അല്ലെങ്കിൽ അവർക്ക് ആ സ്കില്ലുണ്ട്, നല്ല സ്കില്ല് അതിൽ മഞ്ജുവിനുണ്ട്. മഞ്ജുവിന് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിന് ആ ഷോ കൊണ്ട് മഞ്ജു ആഗ്രഹിച്ച ഒരു ഇതിലേക്ക് എത്താൻ സാധിച്ചു. കാരണം അവരുടെ ആ പ്രൊഫഷൻ അങ്ങനത്തെ ഒരു പ്രൊഫഷനാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ പ്രൊഫഷനിൽ പണ്ടും താല്പര്യം, ആക്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ലൈഫിൽ എനിക്ക് താല്പര്യം ഇല്ല എന്നല്ല,
ഞാൻ പറയുന്നത് അതൊരു പ്രൊഫഷനായിട്ട് സ്വീകരിച്ചിട്ടില്ല. അതെ 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 അതെ. പിന്നെ എങ്ങനെയാ അതിനകത്തേക്ക് പെട്ടെന്ന് അങ്ങനെ അല്ല അത് കൊടുക്കാന്ന് പറഞ്ഞു? ഫാമിലി ഷോ എന്നുള്ള ഇൻഡസ്ട്രി ഫസ്റ്റ് മനോരമ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഒരൊറ്റ കഥ. അതെ ഫസ്റ്റ് VIP തുടങ്ങുമ്പോ ഞങ്ങളിങ്ങനെ ഞാനിത് കാണുമ്പോ ഇത് സംഭവം കൊള്ളാം. ആദ്യമായിട്ടുള്ള റിയാലിറ്റി ഷോ ആണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ റിയാലിറ്റി ഷോ ഇല്ല ആ സമയത്ത്. നമ്മുടെ അല്ല ഫാമിലി ആയിട്ട് ഫാമിലി റിയാലിറ്റി ഷോ ഇല്ല. അന്ന് ഡാൻസും പ്രോഗ്രാം ഒക്കെ ഉള്ളൂ. ആദ്യമായിട്ട് വരുന്ന ഫാമിലി ഷോ ഇതാണ്. അപ്പൊ സീസൺ ഫസ്റ്റ് വന്നു. അപ്പൊ അത് കണ്ടപ്പോ ഒരു അത് നമ്മൾ കാണുന്നതിനൊരു പകുതി വെച്ചിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പൊ കണ്ടപ്പോ കൊള്ളാം സംഭവം. അപ്പൊ അതെങ്ങനെയാ ഇതിനകത്ത് കയറുക എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ കിടന്നു. അന്ന് ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് അധിക സമയമായി. ആയിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് ഭയങ്കര രണ്ടുപേരും കൂടി പോവാം. അപ്പൊ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തപ്പോ കിട്ടി. പറഞ്ഞിരുന്നു നിങ്ങൾ തീരുമാനിച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്? അതെ അതെ പറഞ്ഞു. അപ്ലൈ ചെയ്തു, കിട്ടി പോയി. ഓഡിഷനും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഓരോ തവണയും മനോരമ നമ്മളെ ട്രീറ്റ് ചെയ്തൊക്കെ വളരെ നന്നായിട്ടാണ്. നല്ല ഇതായിരുന്നു. നല്ല ട്രീറ്റ്, നല്ല നമുക്ക് ഈ പറഞ്ഞ മന്ത്ലി ഒരു ആഴ്ച ഷൂട്ട്. അപ്പൊ ഈ പറഞ്ഞ അപ്പോഴേ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അമ്പലത്തിൽ ലീവ് എടുത്ത് പോണം എന്നുള്ളത്. ഒരാഴ്ച ഒരു വീക്ക്. അപ്പൊ മോളെയും കൂടെ കൊണ്ടുപോകണം. നിങ്ങളുടെ ഓഡീഷൻ എന്തൊക്കെയായിരുന്നു? അവർ ജയിപ്പിച്ച ഓർമ്മയുണ്ടോ? ഓഡീഷനിൽ എൻ്റെ അടുത്ത് ചോദിച്ച് അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ്. സതീഷ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ഇന്റർവ്യൂ. സതീഷ് പിന്നെ യമുന എന്ന് പറഞ്ഞിട്ട്, യമുന ആയിരുന്നു അതിന്റെ പ്രൊഡ്യൂസർ യമുന. അപ്പം ഇവരെല്ലാം ഇന്റർവ്യൂ ചെയ്തത്. അപ്പൊ ഇന്റർവ്യൂ ചെയ്തപ്പം ഈ ഇദ്ദേഹം ചോദിച്ചു, തിരുമേനി അത് ഇപ്പം ഈ ഷോയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡാൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് ഒക്കെ പരിചയമുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാൻസ് പരിചയമില്ല, ശ്രമിക്കാം നമ്മൾ. അപ്പോൾ അദ്ദേഹം എന്നാലും എങ്ങനെ ചെയ്യും? അപ്പം ഞാനൊരു കഥ പറഞ്ഞു. കഥ എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസത്തിനായിട്ടൊരു പണ്ട് അങ്ങനെയല്ല, ഒരു ഗുരുവിൻ്റെ അടുത്ത് വിദ്യാഭ്യാസത്തിനായിട്ടൊരു കുട്ടി ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ നോക്കിയിട്ട് ഗുരു പറഞ്ഞു, നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള രേഖയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഇദ്ദേഹം തിരിച്ചു പോകുന്ന വഴിക്ക് പഴയ കാലത്ത് ഈ കിണറുണ്ടല്ലോ, കിണറിലൊരു തൊട്ടിയും കയറും ഇട്ടേക്കും പോകുന്ന വഴി യാത്രക്കാരെ കുടിക്കാനായിട്ട്. അപ്പോൾ ഈ ഇദ്ദേഹം അപ്പോൾ ഈ കുട്ടി വെള്ളം കോരി തിരിച്ചു പോകുന്ന യാത്രയിൽ പറ്റൂല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുട്ടിയെ തിരിച്ചു വിടുകയാണ്. തിരിച്ചു പോകുന്ന യാത്രയിൽ ഇയാൾ ഈ തൊട്ടിയും കയറും വെള്ളം, അപ്പോൾ ഈ തൊട്ടി കാലാകാലങ്ങളായിട്ട് ഒരു കല്ലിൻ്റെ പുറത്താണ് വരുന്നത്. ഈ കാലാകാലങ്ങളായിട്ട് വെച്ചിട്ട് ഈ തൊട്ടി ഇരുന്ന ഭാഗത്ത് ഒരു കുഴി രൂപപ്പെട്ടിരിക്കുക. അപ്പോൾ അത് പുള്ളി കണ്ട്. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ഒരു കത്തി കൊണ്ട് കയ്യിൽ ഈ രേഖ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നിതാന്തമായ പരിശ്രമം കൊണ്ട് നമുക്കൊരു കാര്യം സാധിച്ചെടുക്കാം. കാരണം എത്രയോ കാലത്തെ ആ തൊട്ടി വെക്കുന്ന ഒരു സംഭവം കൊണ്ട് ആ കല്ലിലൊരു കുഴി ഉണ്ടായി. അപ്പോൾ ഈ നിതാന്തമായ പരിശ്രമം കൊണ്ട് ഇത് നമുക്ക് സാധിച്ചെടുക്കാം എന്നുള്ള ഒരു രീതിയിൽ പുള്ളി എടുത്ത് അത് പ്രസന്റ് ചെയ്തു. അതെ, അങ്ങനെയൊക്കെയാണ് പുള്ളി പിന്നെ ലളിതാ സഹസ്രനാമം അങ്ങനെ പുള്ളി അങ്ങനെ ഒരു ആ പുള്ളിയായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാമിന്റെ സീസൺ ഫസ്റ്റിന്റെ പ്രൊഡ്യൂസർ പുള്ളിയായിരുന്നു. സതീഷ് എന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു. ഞങ്ങളത് യമുന. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഈ സംസാരിക്കുന്ന ഒരു ഓഡിഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് അടുത്തൊരു ഓഡിഷൻ എന്ന് പറയുന്നത് ഡാൻസ് എപ്പിസോഡ്, ഡാൻസ് ഓഡിഷന്റെ ഭാഗമാണ്. ടെൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിലൊക്കെ ഈ പറഞ്ഞ സ്കൂളിലും ട്യൂഷൻ സെന്ററിലൊക്കെ പണ്ട് കളിച്ച പരിചയം കുറച്ചെങ്കിലും എനിക്കുണ്ട്. പ്രവീണൻ അത് അത്രയ്ക്കും ഒട്ടുമില്ല. ഇല്ല വേറൊരാളെ ഞങ്ങള് വച്ചു. ബാക്കിയൊക്കെ നമ്മളത് ഇങ്ങനെ ഓഡിഷന് വേണ്ടിട്ട് ഒരു പയ്യനെ വിളിച്ചു വെച്ചു. അങ്ങനെ ഒരു എപ്പിസോഡ് അങ്ങനെ. പിന്നെ ഉള്ളത് സെലക്ട് ആയി കഴിഞ്ഞു. പിന്നെ ഓരോ തവണ അവര് തന്നെ ഓരോന്ന് പറഞ്ഞനുസരിച്ച് പിന്നെ നമ്മളതനുസരിച്ച് അവിടെ എല്ലാത്തിനും ആളുണ്ട്. ഡാൻസ് ഒക്കെ ആയാലും പറഞ്ഞു തരാനൊക്കെ ആളുണ്ട്. അതനുസരിച്ച് പിന്നെ അങ്ങ് പോയി. പിന്നെ ഈ പറഞ്ഞാല് നമുക്ക് ഉറപ്പായിട്ട് പറയാം, മറ്റുള്ള ആൾക്കാരെ വെച്ചിട്ട് ഡാൻസിന് നമ്മൾ ഓൾറെഡി
കുറച്ച് പുറകാണ്. നമ്മളെ കൊണ്ട് നമ്മളെ പ്രൊഫഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ അല്ല അതിലൊരു നിർബന്ധമൊന്നും പറയുന്നില്ല മനോരമ, കാരണം അവർക്കറിയാമല്ലോ, പാർട്ടാണെന്നുള്ളത്. പിന്നെ അവർക്കറിയാലോ ഇതിപ്പോ ഒരു കപ്പിൾസ് എന്ന് പറയുമ്പോഴേ അവരൊക്കെ ഉദ്ദേശിക്കുക. പക്ഷെ ഇപ്പോഴത്തെ കപ്പിൾസ് അങ്ങനെയല്ല. ഇപ്പോഴത്തെ ഒരു ഭയങ്കര സമ്മതിക്കണം കേട്ടോ. അതെ, എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആണ്. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാം ഒരു 10 വർഷം കഴിഞ്ഞ് ജനിച്ചാൽ ഞാൻ ചോദിക്കാൻ വരുന്നത് അമ്മ അങ്ങനെ ചിന്തിച്ചു. ഭയങ്കര ടാലന്റഡ് ആണ് ഇപ്പോഴത്തെ എല്ലാവരും. 10 വർഷം കഴിഞ്ഞ് ജനിച്ചാൽ മതി. കാരണം വേറെ ഭയങ്കര കാര്യമുണ്ട്, നമ്മള് ഈ ഒരു മനുഷ്യന്റെ ഏറ്റവും, ഞാൻ വിചാരിക്കുന്നത് ഒരാളുടെ ഒരു വ്യക്തിയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം ഫ്രീഡം ആണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ, അതായത് ഈ പറയും മറ്റൊരാളുടെ മൂക്കിൻ മുമ്പിൽ നമ്മുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു എന്ന് പറയും, ശരിയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ചിന്തകളിലേക്ക് മറ്റൊരാളുടെ തോട്ടുകളെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പ്രവൃത്തികളിലേക്ക്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്, നിങ്ങളുടെ ഹാപ്പിനെസ്സിലേക്ക് വേറൊരാളുടെ ചിന്തകൾ സ്വാധീനിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു തരത്തിലേക്കുള്ളൊരു സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഇഷ്ടമല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ളത് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അപകടകരമല്ലാത്ത, മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കാത്ത സ്വാതന്ത്ര്യങ്ങളെ നിങ്ങൾ ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ഈ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏത് തരത്തിലേക്കാണ് മാറുന്നത്. ഇപ്പൊ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒരു പ്രൊഫഷണലി ഈ ഒരു ശാന്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു പൂജ എന്ന് പറയുന്നതിൽ നിൽക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഇദ്ദേഹത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരാൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക, ഇഷ്ടപ്പെട്ട ലൈഫ് സ്റ്റൈൽ പിന്തുടരുക എന്നുള്ളതൊന്നും എൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയുടെ ക്യാരക്ടർ കൂടെ വിലയിരുത്തപ്പെടും. അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അതനുസരിച്ച് ആ ഒരു കൂടെ പോകാനായിട്ടുള്ള ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ അതെ, അത് വലിയ ത്യാഗം തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നില്ല ത്യാഗമാണെന്ന് തോന്നുന്നില്ല. ത്യാഗമല്ല അത്. തന്നെയാണ്. ഞാന് 2 ദിവസം മുന്നേ ഏതോ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മള് ചില നഷ്ടപ്പെടുത്തും. അപ്പൊ ചിലവർ ചോദിക്കും നിങ്ങൾക്ക് ജോലിക്ക് പൊക്കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ. അതായത് നമ്മളിപ്പോ നമ്മുടെ ഇഷ്ടങ്ങൾ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ അവരെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു, അപ്പൊ അവർക്ക് വേണ്ടി നമ്മുടെ കുറച്ച് ഇത് മാറ്റി നിർത്തുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതിൽ ഞാൻ ഒരിക്കലും ഒരു വിഷമം കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ ഈ നിമിഷം വരെ പ്രവീണനോട് ജീവിക്കുന്നതിൽ ഒരു നിമിഷം പോലും നമുക്ക് ആ ഒരു ഇത് തോന്നിയിട്ടില്ല. നമ്മൾ അത്രയും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പോയ നഷ്ടങ്ങളൊന്നും ആ ഒരു നഷ്ടമായിട്ട് കണക്കാക്കുന്നില്ല. അല്ല, പക്ഷെ എനിക്ക് തിരിച്ചൊരു ചിന്തയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഇപ്പോഴല്ല കേട്ടോ, നമ്മൾ കുറച്ച് കാലത്തിന് നമ്മൾ കുറേ വായനയുടെ ഒരു ഭാഗമായിട്ട് ഉണ്ടായ കൺസെപ്റ്റുകളാണ്. ഈ 10-29 വയസ്സ് വരെ ഉള്ള ചിന്തകളല്ല. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യർ ഓരോ ഇതിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കും. മാറുന്ന മനുഷ്യരുണ്ട്, മാറാത്തവരുണ്ട്. പക്ഷെ പൊതുവെ എൻ്റെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഒരു വിവാഹം എന്ന് പറയുന്നൊരു ഇതിൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് സ്ത്രീകളാണ്. കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നത്, അവർക്ക് വളരാനുള്ള എല്ലാ സ്പേസിൻ്റെ മുകളിലുമാണ് നമ്മൾ ഇത് ചെയ്തു പോകുന്നത്. കാരണം സ്വതന്ത്രമായിട്ട് വളരാൻ ഇപ്പം ഞാൻ വിജയിച്ചാൽ എൻ്റെ ഭാര്യയുടെ പേര് ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്തുന്നില്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്താത്തിടത്തോളം കാലം നമ്മൾ അവരോട് നന്ദിയുള്ളവരായിരിക്കണം. ഇപ്പോൾ ഒരു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ ഏതൊരു, പക്ഷെ അവർക്കും സ്വതന്ത്രമായിട്ടുള്ള കഴിവുകളുണ്ടാവാം, അവർക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവാം, അവർക്ക് സ്വതന്ത്രമായ ചിന്തകളുണ്ടാവാം. ആ ചിന്തകളുടെ മുകളിലൊക്കെ നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു സാധനം അതിൻ്റെ മുകളിലെല്ലാം വരുന്നുണ്ട്. ഇതെന്താ നമ്മൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ ഇവരുടെ ഒരു ബന്ധുക്കളുടെ അവകാശം വേണ്ട. ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യാൻ ഇവരുടെ പക്ഷെ അതേസമയം ഒരു സ്ത്രീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും അനുവാദം വേണ്ടി വരും. അനുവാദം നൽകിയില്ലെങ്കിൽ പോലും അവരുടെ അഭിപ്രായങ്ങൾ
മാനിക്കേണ്ടതായിട്ട് ഇതായിട്ട് വരും. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇടുന്നില്ല എന്നല്ല ഇടുന്നില്ല പക്ഷെ അതിപ്പോ നമുക്കൊരു ഒക്കേഷൻ അനുസരിച്ച് നമുക്കത് ഇപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ എന്റെ ഇഷ്ടമുള്ള ഒരു ജീൻസും ടോപ്പ് ഇട്ട് ചിലപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ നോർമലി എല്ലാരും ഇപ്പൊ ജീൻസും ടോപ്പൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകും, നമുക്ക് അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പൊ തിരുമേനിയുടെ വൈഫാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അതൊരു ഒരു ഇത് മാത്രം. അത് നമ്മൾ പ്രവർത്തിക്കും പറഞ്ഞ യാത്രകൾ പോകുമ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് പോകുന്നത്. അതിപ്പോ നമ്മൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ സന്തോഷത്തിനാണ് പോകുന്നത്. നമ്മളിതിലൊരു ഇത് വിജയിച്ച അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ജയിച്ചു എന്ന് അങ്ങനെയല്ല, നിലനിന്ന് പോകുന്നതിനൊരു സ്പിരിച്വൽ ബോണ്ട് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. അതാണ് ഒരു സ്പിരിച്വൽ ബോണ്ട് വളരെ വലുതാണ്.